ചർച്ചിൽ പോയി ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നമ്മൾ എവിടെ പോയിരുന്നേ? നമ്മള് തിരുവനന്തപുരം പോവാനിരുന്നതാണ്. അവസാനം തിരുവല്ലയിൽ പോയി. കുറച്ച് അക്ഷരത്തിന്റെ വ്യത്യാസം. തകർത്ത് വാരി നമ്മൾ ബെസ്റ്റ്. നല്ലൊരു എക്സ്പീരിയൻസ്. ഒന്നും പറയാനില്ല. ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു പേഴ്സിന് ഇറങ്ങുമ്പോ. ഇപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല പോക്കറ്റിനകത്ത്. ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും വളരെ സസ്പെൻസ് ആയിരുന്നു. ഞാൻ കേൾക്കെ വെറും 4 ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഞാൻ മാറി നിന്നപ്പോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്തെ കടയല്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കട കാലിയായിരിക്കും. അയാള് വേർതിരിക്കും. അച്ഛൻ രാവിലെ എന്ത് പ്രതീക്ഷിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? രാവിലെ ഒരു ആധാർ പുതുക്കാൻ വേണ്ടി അണ്ണനാണെങ്കിൽ തുണിയൊക്കെ ഇലക്കി പെട്ടെന്ന് ഇറങ്ങിയോ? ഞാനിവിടെ 100 രൂപ പെട്രോൾ അടിക്കാൻ വന്നേ, അത്രേ ഉള്ളൂ. അണ്ണൻ ഒരു ആധാർ പുതുക്കാൻ വന്നതാണ്. പിന്നെ വഴിയിൽ നിന്ന് ഓരോരുത്തരെ കിട്ടി അവരുടെ 1500 രൂപ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ട്രിവാൻഡ്രം പോകാനിരുന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അന്നേരം തന്നെ എനിക്കൊരു കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും എഴുന്നേറ്റി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഒരുങ്ങി വന്നത്. ഞാൻ കണ്ട ഒരുങ്ങിയിരിക്കുന്നു. ട്രിവാൻഡ്രം പോകാനായിട്ട് കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിന്നതാണ്. പക്ഷെ എങ്ങനെ എന്നെ ചതിച്ചു. ഇങ്ങനെ ചതിച്ചു വയസ്സ്. ഇപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടാളും വളരെ ഹാപ്പിയാണ്. പോകാത്തതിന്റെ ദുഃഖം എനിക്ക് മാറി. പോകാതിരുന്നതിന്റെ ഇവിടെ വന്നതിന്റെ ദുഃഖം ഇപ്പൊ കിട്ടിയോണ്ട് ടാലി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി, പുള്ളി ഹാപ്പിയാണ്. അപ്പൊ സൈനിങ് ഓഫ്. അപ്പൊ നമുക്ക് ചുമ്മാ സൈനിങ് ഓഫ് ആക്കിയേക്കാം. സൈനിങ് ഓഫ്. ബൈ ബൈ. ആർക്കും ഉന്മേഷം ഇല്ലടാ.